അത് കുഞ്ഞ് കുറേ നേരം കാറിലിരുന്ന് കളിച്ചിട്ടായിരിക്കും. എന്നാ നമുക്ക് ചോദിച്ചു നോക്കാം, എന്താ വലിയച്ഛൻ്റെ കളി നോക്കാലോ. എത്ര നേരം കളിച്ചിട്ടും അത് ഇങ്ങോട്ട് കേറി വരുന്നില്ലല്ലോ. കൊച്ചങ്ങനെ ഇത് കളിക്കണത്. എന്റെ അച്ഛാ, കാറ് കളിക്കാൻ പറ്റിയ പ്രായട്ടാ. ആ കുട്ടി എത്ര നേരമായ കാറിന് വേണ്ടി കിടന്ന് കരയുന്നത്. നിങ്ങളത് കൊടുത്താലേ ചെക്കന്. എന്നാടാ എൻ്റെ കാറ്. മോനെ, കുഞ്ഞ് കാർ ഓടിക്കുന്നത് കണ്ടപ്പോൾ അച്ഛനൊന്ന് കാർ ഓടിക്കാൻ തോന്നി, കളിക്കാൻ തോന്നി. അച്ഛൻ്റെ കൊതി കൊണ്ടാടാ അത്. മോൻ അച്ഛനോടൊന്ന് ക്ഷമിക്ക്. മോൻ്റെ കുട്ടിക്കാലം ഓർമ്മയുണ്ടോ? കളിപ്പാട്ടങ്ങളും നിറയെ സാധനങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു കുട്ടിക്കാലം മോൻ ഓർമ്മയില്ലേ? കഴിക്കാൻ ഹോർലിക്സ്, ബോൺവിറ്റ, പാല്, പഴം, പലഹാരം എന്തൊക്കെ ഉണ്ടായിരുന്നല്ലേ? മോൻ അച്ഛൻ്റെ കുട്ടിക്കാലത്തെ കുറിച്ച് അറിയോ? കുട്ടിക്കാലം എന്ന് പറയാൻ ഒന്നും ഇല്ലായിരുന്നു. രാത്രി കിടക്കുമ്പോൾ ഒരു ഗ്ലാസ്സിൽ കഞ്ഞിവെള്ളം തരുമായിരുന്നു അമ്മ. അതിൻ്റെ അടിയിലുണ്ടാവും 3-4 വറ്റ്. അതും കഴിച്ച് കുടിച്ച് വയറും നിറഞ്ഞ പോലെയൊക്കെ ആക്കി എത്ര ദിവസം കിടന്നുറങ്ങിയിട്ടുണ്ടെന്ന് അറിയാം. അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതൊക്കെ ഒരു കാലമാണ്. ഓരോ ദിവസവും എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം കൊണ്ട് തരാൻ വേണ്ടി പെടാപ്പാട് പെടുന്ന അച്ഛൻ്റെ മുഖത്ത് നോക്കി, അച്ഛൻ എനിക്ക് കാറ് വേണം, കളിപ്പാട്ടം വേണമെന്ന് എങ്ങനെ പറയാനാ? ഇനി പറഞ്ഞാൽ തന്നെ അച്ഛൻ്റെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആ കൊതിയൊക്കെ ഞാൻ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടക്കി വെച്ചേക്കായിരുന്നു. ഇപ്പം നമ്മുടെ കുഞ്ഞ് കളിക്കുന്ന കണ്ടപ്പോയില്ലേ, ഞാൻ എൻ്റെ പഴയ കുട്ടിക്കാലത്തേക്ക് പോയടാ. പെട്ടെന്ന് എനിക്ക് ആ സംഭവമൊക്കെ ഓർമ്മ വന്നു. ഞാൻ അതുകൊണ്ട് മേടിച്ച് ഓടിച്ചു പോയതാ. മോൻ അച്ഛനോട് ക്ഷമിക്കേ കേട്ടോ. എൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, വല്ല സിനിമക്കാരും കണ്ട കൊത്തിക്കൊണ്ടു ഒരു കാർ ഓടിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സെൻറ്റി ഡയലോഗാണ്. നിങ്ങൾ കാറിരുന്ന് ഓടിച്ചു, ഞാൻ കൊച്ചിന് വേറെ കാറ് മേടിച്ചു കൊടുത്തു കേട്ടാ. എന്നാ നീ ഇതിൻ്റെ ബാറ്ററി മാറ്റുന്നതാണ്.